പാർട്ടി വെയർ കളക്ഷൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഗൗണ് ഞാൻ കൂടുതലുണ്ട്, അപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ഗൗണ് അധികം ഗൗണുള്ളതുകൊണ്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാ ബ്ലൂ ഗൗൺ. ഞാനിത് കണ്ണൂർ സെഞ്ചുറിയിൽ എടുത്തതാണ്. ഡ്രസ്സില്ല ഒരു 5 വർഷത്തോളായി ഇത് എടുത്തിട്ട്. അധികം റേറ്റ് ഒന്നുമില്ല, ഒരു 2500 രൂപയുടെ ഉള്ളിൽ എടുത്തതാണ്. കസിൻ ബ്രദറിൻ്റെ മാരേജിന് വേണ്ടി എടുത്തായിരുന്നു. 2 തവണ എടുത്തു. അവൻ്റെ ഔട്ട്ഡോറിനൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അടുത്ത ഡ്രസ്സ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തിയ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇത് ഇവിടെ ഒരു ഷോൾ ടൈപ്പും കൂടി ഉണ്ട്, ഞാനത് ഊരിയെടുത്തതാണ്. ഇതും അധികം റേറ്റ് ഒന്നുമില്ല, ഒരു 1500 ഉള്ളൊക്കെ ഉള്ളൂ. ഇതൊക്കെ നല്ല വർക്കൊക്കെ ആയിട്ട് പാർട്ടീസിനൊക്കെ പറ്റിയ ഡ്രസ്സാണ്. കൊത്തക്കെട്ട് കളിക്കും. രണ്ടാമത്തെയും കഴിഞ്ഞ് ഇത് എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ തലശ്ശേരി ലുലുന്ന് എടുത്തതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം അന്നിട്ടതാണ്, പിന്നെ ഇടാൻ കിട്ടിയിട്ടില്ല. ഇതിന് എത്രയാ, ഒരു 5000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഇത് നെറ്റൊക്കെ ആയി, കൈയിൻ്റെ ഭാഗമൊക്കെ നെറ്റാണ്. ബാക്കിൽ ഇത് ഇവിടെ ഇങ്ങനെ നാടിയൊക്കെ കെട്ടുന്ന ടൈപ്പ്, എന്താ പറയാന്നറിയാം. നല്ല ഭംഗി എടുത്തിട്ട് കാണാൻ. ഇത് കല്യാണം ഉറപ്പിച്ച സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എന്തോ വിഷുവിന് കോടിയായിട്ട് തന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് കല്യാണം തലേന്ന് ഇതിട്ടായിരുന്നു. ഈ ഗൗണിന് ശേഷം ഇതിട്ട്. ഇത് കണ്ണൂർ ലുലുന്ന് തന്നെ എടുത്താന്ന് തോന്നുന്നു. അല്ല സോറി, ലുലു എന്നല്ല, ഇത് കല്യാണം എടുത്തതാണ്, കണ്ണൂർ കല്യാൺ സിൽക്സിൽ നിന്ന്. ഇതും കണ്ണൂർ കല്യാൺ സിൽക്സിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ വകയുള്ള ഗിഫ്റ്റാണ്. നല്ല ഭംഗിയില്ലാണ്. ഞാൻ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജിൻ്റെ തലേന്നത്തെ ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇതും അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, 2500 3000 ഇടയിലുള്ളതാണ്. നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കും ഇട്ട് കഴിഞ്ഞാൽ. അടുത്തത് ഒരു ലെഹങ്കയാണ്. ഇത് ഞാൻ കണ്ണൂർ സെഞ്ചുറിയിൽ നിന്ന് എടുത്തതാണ്. ഇതും ഇങ്ങനെ കസിൻ ബ്രദറിൻ്റെ മാരേജിന് വേണ്ടി എടുത്തതാണ്. പക്ഷെ ഇത് കാണുമ്പോൾ രസം ഇല്ലേനും ഇട്ടേതോ. ഷോള് ഒരു മാച്ചും ഇല്ലാതെ ഷോളാണ്. ഇതാണ് അതിൻ്റെ ഷോൾ. ഇത് അതിൻ്റെ ബ്ലൗസ്. ഒന്നും അങ്ങനെ ബ്ലൗസൊന്നും ഒരു സുഖമില്ല, ഇട്ട് കഴിഞ്ഞാലൊരു സുഖമില്ലാതെ. ഇതൊക്കെ ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ. ഈ സ്കേർട്ടിന് നമുക്ക് വേറെ ടോപ്പൊക്കെ മാച്ച് ചെയ്തിട്ട് ആക്കാം. ഷോള് ഒരു തരത്തിൽ മാച്ച് ചെയ്യാതൊരു ഷോളായിട്ട്. മക്കളുടെ കുറച്ച് കൃത്യക്കടൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ശരി, നിന്റെ സിനിമയിൽ എടുത്തിട്ടുണ്ട. ഇത് എൻ്റെ ലാസ്റ്റ്, ഇതൊരു ഹാഫ് എന്താ പറയുക, ഹാഫ് സ്കേർട്ട് ധാവണിയാണ്. ഇങ്ങനെ എടുത്താൽ എത്രയോ കൊല്ലങ്ങളായി, ഒരു 10-12 പഴക്കമുണ്ടോ. ഇതും അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. ഇതൊരു ബ്രദറിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് നല്ല ഷോളൊക്കെയാണ്. ഇത് തലശ്ശേരി ലുലുന്ന് എടുത്തതാണ്. ഭയങ്കര വർക്കാണ്, ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഹെവിയാണ്, നല്ല വെയിറ്റും ഒക്കെയാണ്. നല്ല ഭംഗിയില്ലാണ്. ഇതിൻ്റെ ബ്ലൗസ് ആക്ച്വലി ടൈറ്റായി പോയി, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. അപ്പോൾ അതിന് വെറൈറ്റി വേറെ ബ്ലൗസ്. ഇത് വേറെ ഹാഫ് സാരീൻ്റെ ഒരു ബ്ലൗസാണ്, ഇതിന് മാച്ചാണ് ഏകദേശം. അപ്പോൾ ഇത്രയൊക്കെയാണ് പാർട്ടി വെയർ ഡ്രസ് കളക്ഷൻസ്. ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഞാൻ എടുത്തോട്ടെ. ഇവിടെ സംഘടന നടക്കുകയാണ്. ആരമ്മേൻ്റെ ഡ്രസ്സ് ഇതാക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ, ലൈക്ക് ചെയ്യണമെന്ന് പറ, കമൻറ്റ് ചെയ്യണമെന്ന് പറ, ഫ്ലൈങ് കിസ് കൊടുക്കുക, ഫ്ലൈങ് കിസ് കൊടുക്കുക, ഫ്ലൈങ് കിസ് മൊബൈൽ ഫ്ലൈങ് കിസ് കൊടുക്കുക എല്ലാവർക്കും. ഫ്ലൈങ് കിസ്. ആ
വീഡിയോ കാണണമെന്ന് പറ, വീഡിയോ കാണണം, ഫുള്ള് കാണണമെന്ന് പറ. ഫുള്ള് കാണണം. ഓക്കെ, താങ്ക് യു പറ. താങ്ക് യു.